പുകയ്ക്ക് പകരം ശുദ്ധജലം മാത്രം പുറന്തള്ളുന്ന ഒരു ട്രെയിൻ. പുകയില്ല, ഡീസലില്ല, മലിനീകരണം തീരെയില്ല. റെയിൽ ഗതാഗതത്തിനായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, US തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പമാണ് ഇനി ഇന്ത്യ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഉടൻ സർവീസ് ആരംഭിക്കും. ഹരിയാനയിലെ ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ് ട്രെയിനിന്റെ സർവീസ്. രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് പുത്തൻ ചുവടുവയ്പായി ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കും. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിൻ മലിനീകരണമില്ലാത്ത ആദ്യ ട്രെയിനായിരിക്കും. ട്രെയിനിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി. ഈ മാസം 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിൽ മണിക്കൂറിൽ പരമാവധി 75 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ സർവീസ് നടത്തും. കഴിഞ്ഞ മെയ് 27-നാണ് വടക്കൻ റെയിൽവേയുടെ ജിന്ദ് സോനിപത്ത് റൂട്ടിൽ 10 കാറുകളുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ അധിഷ്ഠിത ട്രെയിൻ സർവീസിന് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകിയത്. ശുദ്ധവും കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളതുമായ റെയിൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച റെയിൽ സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം. 1200 കിലോവാട്ട് ശേഷിയുള്ള ശക്തമായ ഹൈഡ്രജൻ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 10 കോച്ച് ട്രെയിനാണ് സർവീസ് നടത്തുക. ഹരിത സാങ്കേതിക വിദ്യയ്ക്ക് പിന്തുണയായി ജിന്ദിൽ ഹൈഡ്രജൻ ഉൽപാദനം, സംഭരണം, വിതരണം എന്നിവയ്ക്കായി ആധുനിക സൗകര്യവും സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാധുനിക ലീക്ക് ഡിറ്റക്ടറുകൾ, ഫ്ലെയിം സെൻസറുകൾ, മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ജിന്ദിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 75 കിലോമീറ്റർ വേഗത്തിലാകും ട്രെയിൻ സർവീസ് നടത്തുക. 110 മുതൽ 140 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിനിന് സഞ്ചരിക്കാൻ കഴിയും. ഏകദേശം 2500 യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലക്നൌവിലെ റിസർച്ച് ഡിസൈൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത ട്രെയിൻ നിർമ്മിച്ചത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. രാജ്യത്തെ പൊതുഗതാഗതത്തിന്റെ ഭാവി എത്തിക്കഴിഞ്ഞു. ഹരിത ഗതാഗതത്തിന്റെ പുതിയ യുഗത്തിലേക്ക് സ്വാഗതം.